ഹലോ എവ്രി വൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ട്രക്ചർ, യൂണിയൻ, പിന്നെ ടൈപ്പ് ഡെഫ് ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നോക്കാം. സോ ഫസ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ലൈബ്രറി ബുക്സ്, ഇപ്പോൾ യൂസർ എൻട്രി ചെയ്യുന്ന ലൈബ്രറി ബുക്സ് എത്രയായാലും അത്രയും ലൈബ്രറി ബുക്സിനെ ജസ്റ്റ് യൂസറിൻ്റെ നിന്ന് വാങ്ങി നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകണം സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട്. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. സോ സ്ട്രക്ചർ ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ. ഇതിൽ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ക്യാരക്ടർ നെയിംസ്, അതായത് ബുക്ക് നെയിം കൊടുക്കാൻ ഒരു അറേ, ക്യാരക്ടർ അറേ. പിന്നെ പേജസിന് ഇൻറ്റ് പേജസ്, അത് പേജസിന് നമ്പർ ഓഫ് പേജസ്, പിന്നെ അതിൻ്റെ പ്രൈസ്. ഓക്കെ, ഇങ്ങനെ 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് സ്ട്രക്ചർ വേരിയബിൾ വന്നിട്ട് ആക്ച്വലി അറേ സ്ട്രക്ചർ വേരിയബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാന്ന് വെച്ചാൽ ബി ഓഫ് മേ ബി 10 നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യും. അതായത് 10 എലിമെന്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു അറേ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് നമ്മളിവിടെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇൻറ്റ് argc, അതായത് നമ്പർ ഓഫ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്, പിന്നെ ഇൻറ്റ് argv ഓഫ് ആ സൈസ്, പിന്നെ ഒരു പോയിന്റർ ആണല്ലോ, സോ സ്റ്റാർ argv. ഇൻറ്റ് i ലൂപ്പ് വേരിയബിൾ. സോ ഫോർ i is equal to 0, i less than നമ്മളൊരു 5 ബുക്സ് ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ argc വന്നിട്ട് 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 കൊടുത്താൽ മതി, 10 വേണ്ട. സോ i is less than 5, i plus plus. എന്നിട്ട് printf enter book name അങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സോ ഇവിടെ scanf %s, എങ്ങനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ b of i dot name. എന്നിട്ട് printf enter number of pages എന്ന് കൊടുത്തിട്ട് again scanf %d, b of i dot pg. അതായത് ഇതെങ്ങനെ വർക്ക് ആകാന്ന് വെച്ചാൽ ബി ഓഫ് ഐ, അതായത് i is equal to 0 to 5 ഉണ്ടല്ലോ. സോ 0th എലിമെന്റിന് വന്നിട്ട് ഒരു അറേ, അപ്പോൾ ഈ ബി അറേയിൽ വന്നിട്ട് 0th ഇൻഡെക്സിൽ വന്ന് ഈ എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അതായത് ബി ഓഫ് 0 ഡോട്ട് നെയിംസ്, ബി ഓഫ് 0 ഡോട്ട് പേജ്, ബി ഓഫ് 0 ഡോട്ട് പ്രൈസ്. അതിനാണ് നമ്മളിങ്ങനെ അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ printf enter പ്രൈസ്, എന്നിട്ട് scanf %d, b of i dot price. ഇപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ പ്രിന്റ് ചെയ്യണം. അഗൈൻ നമ്മൾ ഈ സെയിം ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. സോ ബുക്ക് നെയിം ഇസ് %s, b of i dot name, പിന്നെ നമ്പർ ഓഫ് പേജസ് വന്നിട്ട് %d, b of i dot page. ഇപ്പോൾ നമ്മളിവിടെ നെയിമും പേജും പ്രൈസും നമ്മൾ പ്രിന്റ് ചെയ്തത്. സോ ഇവിടെ ബുക്ക് പുതിയതായിട്ടൊന്ന് കൊടുക്കാം. സോ printf ബുക്ക് %d, അതായത് ബുക്ക് 1 ആണോ ബുക്ക് 2 ആണോ എന്നുള്ളത്. സോ ഇവിടെ i വാല്യൂ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ന്യൂ ലൈൻ. സോ printf /. സോ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ബുക്ക് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ബുക്കിൻ്റെ നെയിം, പേജസ്, പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബി ഓഫ് ഐ പറഞ്ഞിട്ട് ഒരു അറേ, അതായത് സ്ട്രക്ചർ മെമ്പർ ആയിട്ട്, സ്ട്രക്ചർ വേരിയബിൾ ആയിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ബുക്ക് നെയിം, പേജസ്, പ്രൈസ് ഒക്കെ നമ്മൾ സ്കാനഫിൽ വാങ്ങിയിട്ട് അതിനെ സ്റ്റോർ ചെയ്തു. ബി ഓഫ് ഐ ഡോട്ട് നെയിം, അതായത് വേരിയബിൾ വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്തു മെമ്പേഴ്സിനെ. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണം. ഓക്കെ, സോ ഇതെങ്ങനെ പ്രിന്റ് ആവും നോക്കാം. സോ ഫസ്റ്റ് എൻ്റർ ബുക്ക് നെയിം ചോദിക്കുന്നുണ്ട്. സോ ഞാൻ എ കൊടുക്കാം. പേജസ് വന്നിട്ട് 12 പേജസ്, പ്രൈസ് വന്നിട്ട് 100. ബുക്ക് നെയിം വന്നിട്ട് ഇ, പേജസ് വന്നിട്ട് 19, പ്രൈസ് വന്നിട്ട് 500. ഓക്കെ,
സോ ഇപ്പോൾ ബുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ബുക്ക് ഡീറ്റെയിൽസ് ആർ ബുക്ക് 0, ഇതാണ് ബുക്ക് ഡീറ്റെയിൽസ്. ബുക്ക് 1ൻ്റെ ബുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, ബുക്ക് 2ൻ്റെ ഉണ്ട്, ബുക്ക് 3ൻ്റെ ഉണ്ട്, ബുക്ക് 4ൻ്റെ ഉണ്ട്. സോ all data types together under structure, so that will be structure. ഇപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയി ഡീറ്റെയിൽസ് യൂസിങ് യൂണിയൻ. സോ സ്ട്രക്ചറിന് പകരം യൂണിയൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. സോ ഇവിടെ സ്ട്രക്റ്റിന് പകരം യൂണിയൻ യൂസ് ചെയ്യും. ബുക്കിന് പകരം നമ്മൾ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് പ്രിന്റ് ചെയ്യാൻ പോണത്. സോ EMP എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾക്ക് എംപ്ലോയി നെയിം വന്നിട്ട് നമ്മൾ വാങ്ങി, പിന്നെ സാലറി വാങ്ങാം, പിന്നെ ID-യും വാങ്ങാം. ഓക്കെ, ഇത് 3 കാര്യങ്ങൾ നമ്മളിവിടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ യൂണിയൻ വന്നിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ പറഞ്ഞിട്ടൊരു വേരിയബിൾ. സോ ഫസ്റ്റ് നമ്മൾ printf-ൽ എൻ്റർ നെയിം എന്ന് കൊടുക്കണം. പിന്നെ scanf-ൽ നെയിം വാങ്ങാം. scanf %s, u.name. ഓക്കെ, എംപ്ലോയി നെയിം വാങ്ങി. അടുത്തത് printf enter salary. So scanf-ൽ again scanf %d, e.sal. printf-ൽ enter ID എന്ന് കൊടുക്കാം. ID എന്ന് കൊടുത്തിട്ട് scanf-ൽ %d, e.id. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രിന്റ് ചെയ്യാം. സോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കാം. സാം, നെയിം ഇസ് സാം. സാലറി കൊടുത്താൽ 1000 rupees സാലറി എന്ന് പറഞ്ഞാൽ സാലറി ഈസ് 1000. ID വന്നിട്ട് 10 ആണെങ്കിൽ ID ഈസ് 10. സോ ഇത് തനിയായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് യൂണിയനിൽ വന്നിട്ട് ഓൺലി 1 അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടൈപ്പ് ഡെഫ് നമുക്ക് ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ യൂണിയൻ EMP ഉണ്ടല്ലോ. സോ ഇവിടെ ടൈപ്പ് ഡെഫ് യൂണിയൻ EMP-നെ വന്നിട്ട് ഞാൻ EMP നെയിം EMP ഡീറ്റെയിൽസ് ഞാൻ യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഇത് വർക്ക്ഔട്ട് ആകുമോ നോക്കാം. സോ ABC 1245. സോ സെയിം തിങ് ഹാപ്പൻ. സോ അങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യാൻ പറ്റും. യൂണിയൻ EMP-ന് പകരം നമ്മൾ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, so that's it for this video. Thank you.